മ്യൂച്വൽ ഫണ്ടുകളിൽ SIP അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന സമയങ്ങളിൽ ലംസം ചെയ്യുന്ന ഒരാളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമ്മളൊരു ലംസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ നമ്മുടെ ജോലി അവിടെ തീരുന്നില്ല. കൃത്യമായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ റീബാലൻസ് ചെയ്യണം. ആവശ്യമുള്ള ഫണ്ടുകൾ നിലനിർത്തണം, ആവശ്യമില്ലാത്ത ഫണ്ടുകൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ 5-10 ലക്ഷം രൂപ ഒരു 5 ഇയേഴ്സിലോ 6 ഇയേഴ്സിലോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ടിനനുസരിച്ച് റിട്ടേൺ കിട്ടേണ്ട സ്ഥാനത്ത് ഒരുപക്ഷെ 2-3 ലക്ഷത്തിൽ അത് ചുരുങ്ങി പോയേക്കാം. കാരണം നമ്മളൊരു ബാഡ് പെർഫോമർ ആയിട്ടുള്ള ഫണ്ടിനെ ചൂസ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അതിൽ SIP തുടർന്നുകൊണ്ടിരിക്കുന്നു, മാർക്കറ്റ് വീഴുന്ന സമയത്തും നമ്മൾ അതിനകത്തോട്ട് ലംസം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നമ്മൾ SIP ലംസം തുടങ്ങി വെച്ചു എന്നല്ലാതെ നമ്മൾ അതിനകത്തോട്ട് പിന്നെ കാര്യമായി അത് നോക്കാനോ അതിന്റെ കുറവുകൾ കണ്ടുപിടിക്കാനോ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഹാർഡ് ഏൺ മണിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൃത്യമായ സമയങ്ങളിൽ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാം. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോയിലുള്ള ഓരോ മ്യൂച്വൽ ഫണ്ടിന്റെയും ക്വാർട്ടൈൽ റാങ്കിങ് വെച്ച് അതിന്റെ കാറ്റഗറി ആയിട്ടുള്ള വേറെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് അതിന് കമ്പാരിസൺ നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ക്വാർട്ടൈൽ റാങ്കിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ക്വാർട്ടൈൽ റാങ്കിങ് ചെക്ക് ചെയ്തത് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ സപ്പോർട്ടിന്റെ വാട്സ്ആപ്പ് നമ്പറും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അസറ്റ് പ്ലസ് ആപ്ലിക്കേഷൻസിന്റെ ലിങ്കും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.